ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോ ഹാർദവം സ്വാഗതം. നമ്മളെയൊക്കെ വീട്ടിലെ WC ഇതിനൊക്കെ ക്ലോസറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, നിൽക്കാതെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾക്ക് കൂടെ കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടെ കാണാം. വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ഓഫാവാതെ ഇങ്ങനെ വെള്ളം ടാങ്കിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന WC. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ റിപ്പയർ നമുക്ക് എടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ സൈഡ് കണക്ഷൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇത് വെള്ളം ഓഫാവാത്തത്. അപ്പം വെള്ളമെല്ലാം വെള്ളം ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവില്ല. അപ്പോഴത്തേക്ക് വെള്ളം ഇതിനൊക്കെ WC കൂടെ ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെക്കാനിസം മാറുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. വീഡിയോയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൂടെ ആളാക്കിയിടുക. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ആംഗിൾ വാൽവ് ഉണ്ടെങ്കിൽ ആംഗിൾ വാൽവ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ആംഗിൾ വാൽവ് നിങ്ങളുടെ വീട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മെയിൻ വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്ലഷ് ടാങ്ക് ഒന്ന് ഫ്ലഷ് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഓസ് നിങ്ങൾ ഹാഫ് ഇഞ്ചിൻ്റെ ഓസാണ്, അത് സ്പാനർ ഉപയോഗിച്ച് അത് ഇളക്കുക. ഈ വീഡിയോ കാണുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അത് കണക്കിന് എൻ്റെ ഈ സൈഡ് കണക്ഷനും ഇത് കണക്കിന് സ്പാനർ ഉപയോഗിച്ച് ലൂസ് ചെയ്തെടുക്കുക. ഇപ്പോൾ സ്പാനർ ഉപയോഗിച്ച് ഇവിടെ കാണാം, സ്ക്രൂ സ്പാനർ ഉപയോഗിച്ച് ഇത് കണക്ക് ലൂസ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നമുക്കത് ഊരി മാറ്റാം. ഇതേ കണക്ക് ഊരി മാറ്റിയാൽ മതി. അത് ഊരി മാറ്റിയതിന് ശേഷം നമുക്ക് അകത്തുനിന്ന് അതിൻ്റെ സൈഡ് കണക്ഷൻ, വെള്ളത്തിൻ്റെ സൈഡ് കണക്ഷൻ എടുക്കാം. ഈ എടുക്കുന്ന ഈ സൈഡ് കണക്ഷനാണ് കംപ്ലയിൻ്റ് ആയത്. നിങ്ങളിവിടെ കാണാം, ഇവിടെ നിളയൊക്കെ പൊട്ടിയൊക്കെ പോയി വെള്ളം നിൽക്കാതെ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പുതിയ മോഡൽ. ഇതിൻ്റെ സൈഡ് കണക്ഷൻ പല മോഡലുള്ള നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇനി ഫിറ്റ് ചെയ്യുന്ന ഈ മോഡലുള്ള സൈഡ് കണക്ഷനാണ് ഇനി ഫിറ്റ് ചെയ്യണത്. നമ്മൾ ഇളക്കി തന്നെ ഇതിനൊക്കെ സ്ക്രൂ അഴിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഫ്ലഷ് ടാങ്കിൻ്റെ സൈഡിൽ ഒരു ഹോൾ കാണാൻ പറ്റും. ഈ ഹോളിൽ കൂടെ ഇതേ കണക്ക് കയറ്റിയിട്ടാൽ മതി. കയറ്റിയിട്ടിട്ട് ഞാൻ ഇപ്പോൾ അത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അത് ഇതിനൊക്കെ ഈ ഓസും വെച്ച് ടൈറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ഓസ് വെച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഓസ് വെച്ചൊക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഓണാക്കണം. നിങ്ങളിവിടെ കാണാൻ ഞാൻ ഓസ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആംഗിൾ വാൽവ് ഓണാക്കി വെള്ളം നമ്മൾ ഓണാക്കാൻ പോവുകയാണ്. നിങ്ങൾ ആംഗിൾ വാൽവ് ഇല്ലെങ്കിൽ നിങ്ങൾ ക്ലോസ് ചെയ്ത വാൽവ് ഓണാക്കുമ്പോൾ വെള്ളം തിരിച്ച് പഴയ കണക്ക് ഫ്ലഷ് ടാങ്കിലോട്ട് ഇത് കണക്ക് ഇവിടെ വീണ് കാണാൻ പറ്റും. ഇനി ആ വെള്ളം നിറയുന്നുള്ളതൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ആ വെള്ളം ഇപ്പോൾ സ്പീഡിന് നിറയണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളം നമുക്കിവിടെ ഫുള്ളായിട്ടുണ്ട്. വെള്ളം ഫുള്ളായി ഇപ്പോൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലഷ് ടാങ്ക് ഞാൻ ഇപ്പം WC കാണിച്ചു തരാം. WC ഇതാ ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ ലീക്കില്ല. അതിനുശേഷം നമുക്കൊന്ന് ഫ്ലഷ് ചെയ്യാം. ഞാൻ ഇവിടെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം നല്ല രീതിക്ക് ഫ്ലഷ് ആവുന്നുണ്ട്. അത് കണക്ക് തന്നെ പഴയ കണക്ക് വെള്ളം കട്ട് ഓഫ് ആവുന്നുണ്ട്. ഈ സാധനം നമ്മൾ മാറ്റി നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് നിങ്ങളൊരു ടെക്നീഷ്യനെ വിളിക്കുക, കാത്തിരിക്കുക ഒന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൺ ആളാക്കാനും മറക്കരുത്. അതിനൊക്കെ ലൈക്കും ഷെയറും ചെയ്യുക. നല്ല വർക്ക് പറ്റും. അടുത്ത വീഡിയോ കാണാം.